നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇറാനിൽ നിന്ന് വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകൾ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ വീണ്ടും പ്രവർത്തന സജ്ജമായതായാണ് വിവരം. ഇസ്ഫഹാൻ, നടാൻസ് എന്നീ രണ്ട് പ്രധാന ആണവ കേന്ദ്രങ്ങളുടെ മുകളിൽ ഇറാൻ പുതിയ മേൽക്കൂരയടക്കം നിർമ്മിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ജൂണിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിനു ശേഷം ബോംബിട്ട് നശിപ്പിച്ച ആണവ കേന്ദ്രങ്ങളിൽ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതായാണ് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. പ്ലാനറ്റ് ലാബ്സ് BBC പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ഇസ്ഫഹാനും നതാൻസും ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങളിലെ കേടുപാടേറ്റ 2 കെട്ടിടങ്ങൾക്ക് മുകളിൽ മേൽക്കൂര നിർമ്മിച്ചതായി വ്യക്തമാകുന്നുണ്ട്. ജൂണിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിനു ശേഷം ഇറാന്റെ ആക്രമിക്കപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ ഉപഗ്രഹങ്ങളിൽ വ്യക്തമായി കാണുന്ന ആദ്യത്തെ പ്രധാന പ്രവർത്തനമാണ് ഇത്. ഈ മേൽക്കൂരകൾ ഭൂതലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഉപഗ്രഹ നിരീക്ഷണത്തിൽ നിന്ന് മറയ്ക്കുന്നതാണ്. നിലവിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇൻസ്പെക്ടർമാർക്ക് ഈ കേന്ദ്രങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിരിക്കുന്നതിനാൽ ഉപഗ്രഹ നിരീക്ഷണമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏകമാർഗം. ഇരു കേന്ദ്രങ്ങളിലെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ IAEAയും പ്രതികരിച്ചിട്ടില്ല. ടെഹ്റാനിൽ നിന്ന് 220 കിലോമീറ്റർ അകലെയുള്ള നതാൻസ് ആണവ നിലയം ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമായിരുന്നു. ജൂണിൽ നടന്ന ആക്രമണത്തിലാണ് ഇസ്രയേൽ ഈ യൂണിറ്റ് നശിപ്പിച്ചത്. പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി നടാൻസിൽ പുതിയ മേൽക്കൂരയുടെ നിർമ്മാണം ഡിസംബറിൽ ആരംഭിച്ച് മാസാവസാനത്തോടെ പൂർത്തിയായതായാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ വൈദ്യുതി സംവിധാനം ഇപ്പോഴും തകരാറിലാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജനുവരി ആദ്യം ഇസ്ഫഹാനിലും സമാനമായ ഒരു മേൽക്കൂര നിർമ്മിച്ചിരുന്നു. ഇറാനിലെ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തിയതിനെ തുടർന്ന് സൈനിക നടപടിയുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി ഭീഷണിപ്പെടുത്തുന്നതിനിടയിലാണ് ആണവ കേന്ദ്രങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. വിദഗ്ധരുടെ വിലയിരുത്തലുകൾ അനുസരിച്ച് പുതിയ മേൽക്കൂരകൾ ആണവ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണം ആരംഭിച്ചതിന്റെ സൂചനയല്ല, മറിച്ച് ആക്രമണത്തിൽ അവശേഷിച്ച പ്രധാന സാമഗ്രികൾ ഉയർന്ന തോതിൽ സമ്പുഷ്ടമാക്കിയ യുറേനിയം പോലുള്ളവ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം എന്നാണ് കണക്കുകൂട്ടുന്നത്. വാഷിംഗ്ടണിലെ ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസീസ് സ്ഥാപനത്തിലെ ഗവേഷക ആൻഡ്രിയ സ്റ്റിക്കർ പറയുന്നത്, ഇസ്രയേലോ അമേരിക്കയോ അറിയാതെ എന്തെല്ലാം രക്ഷപ്പെടുത്താനാകുമോ അതിലേക്കാണ് അവരുടെ ശ്രമം എന്നാണ്. ജൂണിലെ യുദ്ധത്തിന് മുമ്പ് ഇറാന് 3 പ്രധാന ആണവ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് ഇറാൻ ദീർഘകാലമായി അവകാശപ്പെടുന്നുണ്ടെങ്കിലും സമീപകാലത്ത് ആണവായുധം വികസിപ്പിക്കുമെന്ന ഭീഷണിയും ഉയർന്നിരുന്നു. 2003 വരെ സംഘടിതമായ ആണവായുധ പദ്ധതി ഇറാനിൽ നിലനിന്നിരുന്നു എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളും IAEAയും വ്യക്തമാക്കുന്നത്. തെഹ്റാനിൽ നിന്ന് 220 കിലോമീറ്റർ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നതാൻസ് കേന്ദ്രം ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ ഭൂരിഭാഗവും നടന്നിരുന്ന സ്ഥലമാണ്. യുദ്ധത്തിന് മുമ്പ് ഇവിടെ 60% വരെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയിരുന്നുവെന്ന് IAEA അറിയിച്ചിരുന്നു. ആയുധ നിലവാരമായ 90%-ലേക്ക് എത്താൻ ഇതിൽ നിന്ന് ചെറിയ സാങ്കേതിക ചൂട് മാത്രമേ വേണ്ടുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്ഫഹാനിന് സമീപമുള്ള കേന്ദ്രം പ്രധാനമായും സെൻട്രിഫ്യൂജുകളിൽ ഉപയോഗിക്കുന്ന യുറേനിയം വാതകം ഉൽപ്പാദിപ്പിക്കുന്നതിനായിരുന്നു. മൂന്നാമത്തെ കേന്ദ്രമായ ഫോഡോ തലസ്ഥാനത്തിന്റെ തെക്കുപടിഞ്ഞാറായി മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശക്തമായി സംരക്ഷിക്കപ്പെട്ട സമ്പുഷ്ടീകരണ കേന്ദ്രമാണ്. കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തിനിടെ ആദ്യം ഇസ്രയേൽ ഈ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിരുന്നു. തുടർന്ന് അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകളും ടോമഹാക്ക് ക്രൂസ് മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി. ഇതോടെ ഇറാന്റെ ആണവ പദ്ധതി ഗൗരവമായി തകർന്നതായി വൈറ്റ് ഹൗസ് വിലയിരുത്തിയിരുന്നു എങ്കിലും നാശനഷ്ടത്തിന്റെ കൃത്യമായ വിശദാംശങ്ങൾ ഇതുവരെ പരസ്യമായിട്ടില്ല. ആക്രമണങ്ങൾക്ക് ശേഷം IAEA ഇൻസ്പെക്ടർമാർക്ക് ഈ കേന്ദ്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചിട്ടുമില്ല. നതാൻസിലെ ഭൂതല സമ്പുഷ്ടീകരണ കെട്ടിടം ജൂൺ 13-ന് ഇസ്രയേൽ ആക്രമിച്ചതോടെ പ്രവർത്തനരഹിതമായതായി IAEA ഡയറക്ടർ ജനറൽ റാഫേൽ മരിയാനോ ഗ്രോസി വ്യക്തമാക്കിയിരുന്നു. ജൂൺ 22-ന് അമേരിക്ക നടത്തിയ തുടർ ആക്രമണത്തിൽ ഭൂഗർഭ സൗകര്യങ്ങളും വലിയ തോതിൽ തകർന്നതായാണ് വിലയിരുത്തൽ. ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ഡിസംബർ മുതൽ നതാൻസിൽ കേടുപാടേറ്റ കെട്ടിടത്തിനു മുകളിൽ മേൽക്കൂര നിർമ്മാണം ആരംഭിക്കുകയും മാസാവസാനം അത് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വൈദ്യുതി സംവിധാനം ഇപ്പോഴും തകർന്ന നിലയിലാണ്. നതാൻസിന് സമീപമുള്ള പിക്കാക്സ് മൗണ്ടൻ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് 2023 മുതൽ ആരംഭിച്ച ഭൂഗർഭ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടരുന്നതായി ഉപഗ്രഹങ്ങൾ കാണിക്കുന്നു. ഇവിടെ പുതിയ ഭൂഗർഭ ആണവ കേന്ദ്രം നിർമ്മിക്കുകയാണെന്ന സംശയവും ഉണ്ട്.
ഇസ്ഫഹാനിലും സമാനമായ മേൽക്കൂര നിർമ്മാണം ജനുവരി ആദ്യം പൂർത്തിയായി. അതേസമയം സമീപമുള്ള മലനിരയിലെ 2 തുരങ്കങ്ങൾ മണ്ണിട്ട് അടച്ചതായും 3ാമത്തെ തുരങ്കം സുരക്ഷാ നടപടികളോടെ തുറന്നതായും ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഉപഗ്രഹ നിരീക്ഷണം ഒഴിവാക്കി അവശേഷിക്കുന്ന സാമഗ്രികൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നീക്കങ്ങൾ എന്ന വിലയിരുത്തലിലാണ് വാഷിംഗ്ടണിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയിലെ ഗവേഷക സാറ ബർക്കാർഡ് നടത്തുന്നത്. ജെയിൻസ് എന്ന ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് സ്ഥാപനത്തിലെ വിദഗ്ധൻ ഷോൺ ഒ കോണറും ഇത് പുനർനിർമ്മാണമല്ല, മറിച്ച് പ്രവർത്തനങ്ങൾ മറയ്ക്കാനുള്ള ശ്രമമാണെന്ന അഭിപ്രായം പങ്കുവച്ചു. യുദ്ധത്തിന് ശേഷം ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും പുനഃസ്ഥാപിക്കുന്നതായും തെഹ്റാനിന് സമീപമുള്ള പാർച്ചിൻ സൈനിക സമുച്ചയത്തിൽ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. താലേഖാൻ 2 എന്നറിയപ്പെടുന്ന കേന്ദ്രത്തിൽ അടുത്തിടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതീവ ഗുരുതര സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നതിനിടെ യുദ്ധം ഒഴിവാക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ഇറാനുമായി ചർച്ച നടത്താൻ പദ്ധതിയുണ്ടെന്നും ട്രംപിന്റെ പ്രസ്താവന പുറത്തുവന്നിരുന്നു. ഇറാനിലെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്കങ്ങളെക്കുറിച്ച് ട്രംപ് ആലോചിക്കുന്നതായും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.